ഹലോ, ടെൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. ഞണ്ട് റോസ്റ്റിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാട്ടോ. വലിയ 2 ഞണ്ടാണ് കേട്ടോ ഒന്ന് കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. വലിയ ഞണ്ടാണെങ്കിൽ അതിന്റെ കാല് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാട്ടോ. അല്ലെങ്കിൽ കഴിക്കാൻ നേരത്തെ പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉള്ളിയൊക്കെ ചതിക്കുന്ന കല്ലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം നമുക്ക് ഞണ്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 5 വെളുത്തുള്ളി കഷ്ണം ചതച്ചതും ഇട്ട് കൊടുക്കാം. കൂടെ 2 കുടംപുളി കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് എരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഞണ്ട് തുറന്നു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഞണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 സവാള തീരെ ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുമ്പോഴേക്ക് ആവശ്യമുള്ള പൊടികൾ എടുത്തു വെക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോഴേക്ക് നമ്മുടെ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലെ വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പാകത്തിന് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം തയ്യാറാക്കിയ മസാല ഞണ്ട് വേവിച്ച ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം മസാല തയ്യാറാക്കിയ പാനിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും കൂടെ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് ഇതൊന്ന് കുറുകി വരണം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറിയുടെ ഗ്രേവി മാത്രം മതി ഊണ് കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.